കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലം ബീച്ചിൽ കൂറ്റൻ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞ സംഭവം തീരദേശവാസികളിലും സന്ദർശകരിലും വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഏതാണ്ട് 100 കിലോഗ്രാമിലധികം തൂക്കം വരുന്ന ഡോൾഫിൻ തിരമാലകൾക്കൊപ്പം തീരത്തേക്ക് അടിഞ്ഞത്. ബീച്ചിലെ സുരക്ഷാ ചുമതലയുള്ള ലൈഫ് ഗാർഡ് ചീഫ് ചാൾസൺ ഏഴിമലയുടെയും സംഘത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരം പുറം ലോകമറിഞ്ഞത്. കടൽക്ഷോഭവും ശക്തമായ തിരമാലകളും കാരണം കരക്കടുപ്പിക്കാൻ പ്രയാസപ്പെട്ട ജഡം 4 പേർ ചേർന്ന് വടം ഉപയോഗിച്ച് അതിസാഹസികമായാണ് തീരത്തേക്ക് വലിച്ചു കയറ്റിയത്. തുടർന്ന് ലൈഫ് ഗാർഡുകൾ ഉടൻ തന്നെ വെറ്റിനറി അധികൃതരെയും വനം വകുപ്പിനെയും വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡോൾഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പ്രായാധിക്യമാണ് മരണത്തിന് പിന്നിലെ പ്രാഥമിക നിഗമനമെന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും സമീപകാലത്തായി അറബിക്കടലിന്റെ തീരദേശങ്ങളിൽ കടൽ ജീവികൾ ചത്തടിയുന്നത് പതിവാകുന്നത് ഗൗരവകരമായ സാഹചര്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കടലിലെ താപനിലയിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ വർധനവ് വമ്പൻ സമുദ്രജീവികളായ തിമിംഗലങ്ങൾ, സ്രാവുകൾ, ഡോൾഫിനുകൾ എന്നിവയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകുന്നുണ്ട്. അന്തരീക്ഷത്തിലെ കടുത്ത ചൂട് കടൽ ജലത്തിന്റെ താപനില ഉയർത്തുകയും ഇത് ഓക്സിജന്റെ അളവ് കുറയുന്നതിനും സമുദ്രജീവികളുടെ ആവാസ വ്യവസ്ഥ തകരാറിലാകുന്നതിനും കാരണമാകുന്നുണ്ടെന്നും സമുദ്ര ഗവേഷകരും വിലയിരുത്തുന്നു. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ കടൽജീവികൾ ചത്തുപൊങ്ങാൻ പ്രധാന കാരണമാകാറുണ്ട്. ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഡോൾഫിന്റെ ജഡം പയ്യാമ്പലം കടൽ തീരത്ത് തന്നെ ആഴത്തിൽ കുഴിയെടുത്ത് സംസ്കരിച്ചു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ തന്നെ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് വളരെ വേഗത്തിലാണ് സംസ്കാര നടപടികൾ പൂർത്തിയാക്കിയത്. സമുദ്ര പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.